ഞാനിതാ ബ്രെഡ് വെച്ചിട്ടൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയും സാധനങ്ങൾ കുനുകുനാ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കണേ. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം സ്ലോ മോഷൻ ഇട്ടില്ലേ, നല്ല ബോറായില്ലേ കാണാനായിട്ട്? അങ്ങനെ നല്ല ബോറായും തോന്നുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓരോ വീഡിയോയിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ കാണുമ്പോൾ ഭയങ്കര ഒരു കൊതിയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, എഡിറ്റ് ചെയ്യുന്ന സമയത്തും എനിക്ക് മനസ്സിലായി നല്ല ബോറാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയിട്ട് ഒന്നിൽ ആഡ് ചെയ്തതാണ്. ബോറായി എന്നുള്ള ഒരു ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാണാൻ ഒരു രസമില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ നന്നായിക്കോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര രസമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇതുപോലെ തന്നെ സ്ലോ മോഷനിൽ അപ്ലോഡ് ചെയ്യും. ഞാനിത് 6 പീസ് ബ്രെഡായിട്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ എന്താ സ്ലോ മോഷനിൽ പകുതിയാക്കിയിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലോ മോഷൻ ആക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രെഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്നിട്ട് അപ്പം ബോറായിന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളവരൊക്കെ ഒന്ന് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനി വീണ്ടും കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസ് ആയിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ പീസസ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുനുകുന അരിഞ്ഞിട്ടുള്ള സവാള ഇതുപോലെ സ്ലോ മോഷനിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ബ്രെഡിൽ നമുക്ക് എത്ര ഇങ്ങനെ കാണണം അതിനനുസരിച്ച് എടുത്താൽ മതി. അതിന് പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല കേട്ടോ. മല്ലിയില ഞാൻ കുറച്ച് അധികം തന്നെ ഇടുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും മല്ലിയിലൻ്റെ ഫ്ലേവർ. അപ്പോൾ ഇത് വീട്ടിലുണ്ടായിട്ടുള്ള മല്ലിയിലാണ്, സിലോൺ മല്ലിയിലാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് കേട്ടോ. വേറെ എന്തെങ്കിലും പേരാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കടലപ്പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കടലപ്പൊടി ഇങ്ങനെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുത്തപ്പോൾ. നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുട്ടയല്ലേ യൂസ് ചെയ്യാം. 6 പീസ് ബ്രെഡൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും 2 മുട്ടയൊക്കെ യൂസ് ചെയ്യണം. അപ്പം മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കടലപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അധികം കട്ടിയില്ലാത്ത നല്ല ലൂസായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഇതുപോലെ ആദ്യം 2 സൈഡൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് ആ ഒരു വെജിറ്റബിൾസ് ഒന്ന് അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് സമയം നമ്മൾ ബ്രെഡ് അങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കരുത്, അപ്പം ബ്രെഡ് അങ്ങ് കുതിർന്നിട്ട് മുറിഞ്ഞു പോകും, അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി വീണ്ടും ഒരു ബ്രെഡിൻ്റെ പീസ് എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വെജിറ്റബിൾസ് അതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെജിറ്റബിൾസ് ചോപ്പറിലിട്ടിട്ട് നല്ല പൊടിയായിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം ഇങ്ങനെ പീസസ് ആയിട്ട് നിൽക്കാതെ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് അധികം ഇങ്ങനെ കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ സൈഡിലൂടെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ബാറ്റർ 6 പീസ് ബ്രെഡല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, എന്നിട്ടും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയൊക്കെ മതിയെങ്കിൽ അത്ര വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ബ്രെഡ് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മുട്ടയ്ക്കൊക്കെ പകരം കടലപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് സ്പൈസി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പച്ചമുളകും അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈസി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു സ്ലോ മോഷനെ പറ്റിയിട്ടൊന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും നിർദ്ദേശങ്ങളും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്.